പെൻഷൻ വിതരണം മാറുന്നു. രേഖകൾ സമർപ്പിക്കുവാനുള്ള തീയതി നീട്ടി. എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ www.janakshemamedia.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. എല്ലാവരും ആ ഒരു സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, കുട്ടികൾക്കും പ്രായമായവർക്കും നേരെയുണ്ടാകുന്ന ഓരോ തെരുവുനായ ആക്രമണത്തിനും സംസ്ഥാനങ്ങൾ കനത്ത പിഴ നൽകേണ്ടി വരും. പൊതുജനത്തിന് ഏൽക്കുന്ന ഓരോ കടിക്കും മരണത്തിനും പരിക്കിനും നഷ്ടപരിഹാരം നൽകുന്ന ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യമൊരുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്നവരെയും ഉത്തരവാദികളാക്കും. അധികാരികളെയും നായപ്രേമികളെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്നും കടുത്ത ഉത്തരവിറക്കുമെന്നും സുപ്രീം കോടതി സൂചന നൽകി. പ്രശ്നത്തിന് നേരെ കോടതി കണ്ണുകൾ അടയ്ക്കണമെന്ന് നായപ്രേമികൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. സ്വമേധയാ എടുത്ത കേസിൽ ഇന്നലെ വാദം കേൾക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. അധികൃതർ ദീർഘകാലമായി തുടരുന്ന നിഷ്ക്രിയത്വം കാരണം പ്രശ്നം പല മടങ്ങ് വർദ്ധിച്ചെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജനുവരി 20-ന് വാദം തുടരും. നായപ്രേമികൾ വീട്ടിൽ പോറ്റണം. വിഷയം വൈകാരികമാണെന്ന് നായപ്രേമികളുടെ അഭിഭാഷക മേനക ഗുരുസ്വാമി വാദിച്ചപ്പോൾ നായകളുടെ കാര്യത്തിൽ മാത്രമല്ലേ ഇമോഷൻ ഉള്ളൂ എന്ന് കോടതി പരിഹസിച്ചു. തെരുവ് നായകളോട് അത്ര സ്നേഹമാണെങ്കിൽ ജനങ്ങളെ കടിക്കാനും പേടിപ്പിക്കാനും വിടുന്നതിനു പകരം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകി പരിപാലിക്കണം. വളർത്താനാണെങ്കിൽ ലൈസൻസ് എടുക്കണം. നായകളെ ദത്തെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഡൽഹിയിലെ ഡോഗ് അമ്മ എന്നറിയപ്പെടുന്ന 80-കാരിയായ പ്രതിമ ദേവിക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. തെരുവുകളിലെ അനാഥ കുട്ടികളെ ദത്തെടുത്തുകൂടെ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. മനുഷ്യർക്ക് വേണ്ടി ആരും വാദിക്കുന്നില്ലെന്നും പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് പാർലമെന്റിൽ നടന്ന ചർച്ചകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ വരേണ്യവർഗം ആണെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. അടുത്ത അറിയിപ്പ്, സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 800 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ പവന് 1,5320 രൂപയായാണ് ഇന്നത്തെ നിരക്ക്. 100 രൂപയാണ് ഗ്രാമിന് ഇന്ന് വർദ്ധിച്ചത്. 13,165 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഡിസംബർ 27-ന് രേഖപ്പെടുത്തിയ 1,04,440 രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് പഴങ്കഥയായത്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. വെനസ്വേലയിലെ അമേരിക്കൻ സൈനിക നടപടി അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണം. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇൻഷുറൻസ് ഇല്ലാത്തതും പുതുക്കാത്തതുമായ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതിക്കൊരുങ്ങുകയാണ് സർക്കാർ. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉടൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറും. നിലവിൽ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുന്നതാണ് പതിവ്. ആദ്യ തവണ 2000 രൂപയും ആവർത്തിച്ചാൽ 4000 രൂപയും 3 മാസം തടവുമാണ് ശിക്ഷ. ഈ നിയമത്തിലാണ് ഭേദഗതിക്കൊരുങ്ങുന്നത്. നിരത്തുകളിൽ ഇറങ്ങുന്ന ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ കൂടിയതാണ് പുതിയ ഭേദഗതിക്ക് സർക്കാരിനെ നിർബന്ധിതരാക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലാതെ റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഭൂരിപക്ഷവും ഇരുചക്ര വാഹനങ്ങളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പുമായി ധനമന്ത്രി KN ബാലഗോപാൽ. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി 6 മാസം കൂടി നീട്ടിയതായി ഇപ്പോൾ ധനകാര്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാണിച്ചുകൊണ്ട് 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2025 ഡിസംബർ 31 വരെയാണ് സമയം നൽകിയിരുന്നത്. 62 ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2,53,000-ഓളം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തതെന്നാണ് ധനമന്ത്രി അറിയിക്കുന്നത്.
2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടിയത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് യോഗ്യരായ സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. റേഷൻ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നേരിട്ടാണ് എത്തിച്ചേരുക. സർക്കാരിന്റെ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അർഹരായിട്ടുള്ളവർ. ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം അതുപോലെ തന്നെ മറ്റു രേഖകളും സമർപ്പിക്കണം. കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹിക ക്ഷേമ സർവീസ്, കുടുംബ പെൻഷൻ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, EPF പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് യോഗ്യത ഉണ്ടായിരിക്കില്ല. ഇവർ അപേക്ഷകൾ നൽകേണ്ടതില്ല. അപേക്ഷകർ മഞ്ഞ റേഷൻ കാർഡിലോ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെട്ടിട്ടുള്ളവരും ആയിരിക്കണം. പിന്നീട് ഇവർ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള, നീല റേഷൻ കാർഡുകളിലേക്ക് തരം മാറ്റപ്പെട്ടാൽ ഈ ഒരു ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം തടസ്സപ്പെടുകയും ചെയ്യും. അതായത് അത് തടയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.